Hi everyone. Today we are going to study the subject signals and systems. നമ്മൾ മൊഡ്യൂൾ 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 1-ൽ നമ്മൾ സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, സിഗ്നൽസിനെ ബേസിക് ആയിട്ട് 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 3 ക്ലാസിഫിക്കേഷൻസ്: കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം, ഈവൻ ആൻഡ് ഓഡ്, ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് നോൺ ഡിറ്റർമിനിസ്റ്റിക്. ഈ 3 കാറ്റഗറിയും നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് കാറ്റഗറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി പറയാൻ പോകുന്നത് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് പീരിയോഡിക് ആൻഡ് എപീരിയോഡിക് സിഗ്നൽസ്. ഓക്കെ, എ സിഗ്നൽ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ഫൈനൈറ്റ് ടൈം ഇൻ്റർവെൽ ഈസ് നോൺ ആസ് എ പീരിയോഡിക് സിഗ്നൽ. ഒരു സിഗ്നൽ എന്താണ്? ഫൈനൈറ്റ് ടൈം ഇൻ്റർവെല്ലിനുള്ളിൽ അതായിട്ട് തന്നെ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്, അതായത് സ്വന്തമായി ഫൈനൈറ്റ് ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാറ്റഗറി ഓഫ് സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, അതായത് ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടോ ഡിസ്ക്രീറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അതാണ് ബേസിക് കാറ്റഗറി വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. അതിനെ ബേസിക് കാറ്റഗറി എന്ന് പറയാനൊരു കാരണമുണ്ട്. ബാക്കി ഏത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ എടുത്താലും ആ ഒരു സിഗ്നലിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂസ് ടൈം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി മുതൽ നമ്മൾ പറയാൻ പോകുന്ന ഏത് കാറ്റഗറി ആണെങ്കിലും അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടിന്യൂസ് ടൈം റെപ്രസെൻറ്റേഷനും ഡിസ്ക്രീറ്റ് ടൈം റെപ്രസെൻറ്റേഷനും നമ്മൾ പറയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞത് പീരിയോഡിക് സിഗ്നലിൻ്റെ കേസാണ്. ഇനി ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? A continuous time signal is said to be periodic if it satisfies the condition. Okay, ആ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ദ കണ്ടീഷൻ ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ഫോർ ഓൾ ടി. വെറും സ്മോൾ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സിഗ്നൽ വരയ്ക്കുമ്പം അതിൻ്റെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം ആക്സിസിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ സ്മോൾ ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ നെയിമാണ് എക്സ് ഓഫ് ടി എന്നുള്ളത്. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പീരിയോഡിക് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഷുഡ് ചെക്ക് ഫോർ ദ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എടുക്കുക. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എടുത്തു കഴിയുമ്പം ആ സിഗ്നലിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് n plus capital N for all values of n. So കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെയും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെയും കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് ടി വെച്ചിട്ടും ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഓഫ് എൻ വെച്ചിട്ടുമാണ്, അല്ലേ? ഓക്കെ, ഇനി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ടി ചെക്ക് ചെയ്താൽ അറിയാം അതൊരു പീരിയോഡിക് സിഗ്നൽ ആണോ എന്ന്. അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് ക്യാപിറ്റൽ എൻ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ എൻ എന്നൊക്കെ പറഞ്ഞു. ഇനി അതെന്താണ്? അതെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ആണ്. ഓക്കെ, എന്താണ് ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്? ഒരു സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലേ, എത്ര ടൈം ഇൻ്റർവെൽ കഴിയുമ്പോഴാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ഓഫ് എ സിഗ്നൽ. ഇനി ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിലെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡും ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിലെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡും ആയിരിക്കും. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഓക്കെ, സോ ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സൈൻ വേവ് ആണ്. 0 to 2π വരെയുള്ള വാല്യൂ നോക്കുക. ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ടൈമിലെ സിഗ്നലിൻ്റെ വാല്യൂ പിന്നീട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. ഇനി ഈ തന്നിരിക്കുന്ന പീരിയോഡിക് സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ത് വരും? ഓക്കെ, നമുക്ക് പറയാം. സോ ടൈമിൻ്റെ ആക്സിസ് നോക്കുക.
എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? 0 മുതൽ 2π വരെയുള്ള സിഗ്നലിൻ്റെ വാല്യൂ ആണ് പിന്നീട് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫുൾ സൈക്കിൾ ഓഫ് സിഗ്നൽ എടുക്കുക. അതായത് 0 to 2π വരെയോ അല്ലെങ്കിൽ 2π മുതൽ 4π വരെയുള്ളതോ ആയ ഒരു ഫുൾ സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഫുൾ സൈക്കിൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ അപ്പർ ടൈം പീരീഡ് മൈനസ് ലോവർ ടൈം പീരീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കിട്ടും. സോ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഈ ഒരു സിഗ്നലിൻ്റെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ത് വരും? സോ ഐ എം കൺസിഡറിങ് ദ ഇൻ്റർവൽ ഫ്രം ടൈം ഇൻ്റർവൽ ഫ്രം 0 to 2π. സോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π - 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π. ഓക്കെ, സോ 2π ടൈം ഇൻ്റർവെല്ലിൽ ഈ ഒരു സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. സിൻസ് ഇറ്റ് ഈസ് ഹാവിങ് എ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് ടൈം പീരിയോഡിക് സിഗ്നൽ. ഇതിൻ്റെ കേസിൽ ക്യാപിറ്റൽ ടി എന്താണ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എന്താണ്? 2π. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ നോക്കാം. ഇതും ഫസ്റ്റ് ഫിഗറിന് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ പ്രത്യേകത എന്താ? ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഓക്കെ, ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഇതിലും സിഗ്നൽ റിപ്പീറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ സെക്കൻഡ് ഫിഗറിലുള്ളതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നലാണ് അല്ലേ? സിഗ്നൽസിൻ്റെ റെപ്പറ്റേഷനാണ് വരുന്നത്. ഒരു ഫുൾ സൈക്കിൾ കൺസിഡർ ചെയ്യുക, ഒരു ഹൈറ്റ് ലോ പീക്ക് കൺസിഡർ ചെയ്യുക. ഇനി സിഗ്നൽസിന് ഈ ഷേപ്പ് മാത്രമല്ല വരാൻ പാടുള്ളത്, സ്ക്വയർ വേവ്, അങ്ങനെ ട്രയാങ്കുലർ വേവ്, അങ്ങനെ ഏത് കാറ്റഗറി ഓഫ് സിഗ്നലിനും പീരിയോഡിക് സിഗ്നലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ടൈം പീരീഡിനെ പറ്റിയാണ്. ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനൊരു സ്പെസിഫിക് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ഈസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഫുൾ സൈക്കിൾ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. ഈ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സിഗ്നൽ ഓരോ ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഇനി അതിൻ്റെ ആ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു ഫുൾ സൈക്കിൾ, ഓക്കെ, ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. അത് കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ക്യാപിറ്റൽ ടി, ഡിസ്ക്രീറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എൻ ആയിരിക്കും. ഇനി ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം. എന്താണ് ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ? സൈക്കിൾസ് പെർ സെക്കൻഡ് അല്ലേ? സോ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കിട്ടിയാൽ നമുക്ക് ഫ്രീക്വൻസി കാണാം. എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. ഓക്കെ, സോ നമ്മളിനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി സാമ്പിൾസ് എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ ഫുൾ ടൈം ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ഇല്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ ഓരോരോ സാമ്പിൾസ് ആണ്. അതിൽ ഓരോ സ്ട്രേറ്റ് ലൈനെയും സാമ്പിൾ എന്നാണ് പറയുന്നതെന്ന് ഞാൻ ആ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഓക്കെ, സോ അതിൽ എത്ര സാമ്പിളാണ് ഒരു ഫുൾ സൈക്കിളിൽ വരുന്നത്? ആ അതെ ബൈ ടൈം പീരീഡ്. ഓക്കെ, സോ അതാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. സോ നമുക്കിനി ആംഗുലർ ഒരു സിഗ്നലിൻ്റെ ഇക്വേഷൻ, അത് ഇത്രയും കാര്യമൊക്കെ സിഗ്നലിൻ്റെ ഫിഗർ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു സിഗ്നലിൻ്റെ ഇക്വേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസിയും ടൈം പീരീഡും എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രീക്വൻസി ഇപ്പോൾ നമുക്ക് ഒരു സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ 2πt എന്ന് പറഞ്ഞിട്ട് 2πt എന്ന് പറയുന്ന ഒരു സിഗ്നൽ തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഒമേഗ വാല്യൂ എടുക്കുക. നമ്മൾ സിഗ്നൽ അനാലിസിസ് ചെയ്ത് അതിൻ്റെ ഒമേഗ വാല്യൂ എടുക്കുക. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf ആണ്. സോ എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടി ക്യാപിറ്റൽ ടി കണ്ടുപിടിച്ചുകൂടെ? സോ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. ഇത്രയാണ് ഫണ്ടമെൻ്റൽ ടൈം പീരീഡിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പീരിയോഡിക് സിഗ്നലിൻ്റെ കേസിലാണ്. അപ്പോൾ പീരിയോഡിക് സിഗ്നൽ എന്താണെന്ന് അറിയാമെങ്കിൽ പീരിയോഡിക് സിഗ്നൽ എന്തായിരിക്കും? പീരിയോഡിക് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് എന്ന് പറയും. എന്തായിരിക്കും? എ സിഗ്നൽ ദാറ്റ് ഡസ് നോട്ട് റിപ്പീറ്റ്സ് ആഫ്റ്റർ എ ഫൈനൈറ്റ് ടൈം ഇൻ്റർവെൽ. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യാത്ത സിഗ്നൽസ്, ചിലപ്പോൾ റിപ്പീറ്റേ ചെയ്യത്തില്ല, അങ്ങനെയും വരാം. ഓക്കെ, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ പീരിയോഡിക് അല്ലെങ്കിൽ നോൺ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, സോ ആ ഒരു കണ്ടിന്യൂസ് ടൈമിൽ വരുന്ന എ പീരിയോഡിക് സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനലോഗ് സിഗ്നൽ എന്നല്ലേ? ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് ടൈം എ പീരിയോഡിക് സിഗ്നലാണ് ഈ തന്നേക്കുന്നത്. അതുപോലെ ഒരു ഡിസ്ക്രീറ്റ് ടൈമിൽ വരുന്ന എ പീരിയോഡിക് സിഗ്നലാണ് രണ്ടാമത്തെ ഫിഗറിലേത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞത്
പീരിയോഡിക് ആൻഡ് എപീരിയോഡിക് സിഗ്നലിൻ്റെ കാര്യമായിരുന്നു. സോ പീരിയോഡിക് സിഗ്നലിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ എവർലാസ്റ്റിംഗ് സിഗ്നൽസ്. അതിനെന്താണ്? ഒരു ഫൈനൈറ്റ് ടൈം പീരീഡ് ഉണ്ടാവും. പിന്നെ നോൺ പീരിയോഡിക് സിഗ്നൽ എന്താണ്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിഗ്നൽസ് ആണ്. അതിനൊരു ഫിക്സഡ് ടൈം ഇൻ്റർവെൽ ഉണ്ടാവില്ല. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ, ഒരു പീരിയോഡിക് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട്, ഒരു പീരിയോഡിക് കണ്ടിന്യൂസ് ടൈം, അതുപോലെ പീരിയോഡിക് ഡിസ്ക്രീറ്റ് ടൈം, ഒരു പീരിയോഡിക് ഡിസ്ക്രീറ്റ് ടൈം. സോ സിഗ്നലിൻ്റെ ഫിഗറിൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം അതെന്ത് കാറ്റഗറിയാണ്. ഓക്കെ, സോ താങ്ക് യു.